ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയുമായിരുന്നു, തമാശയ്ക്കൊക്കെയാണ് പറഞ്ഞെങ്കിലും, ഇനി ബംഗാളി പിള്ളേരായിരിക്കും ഇവിടെ കേരളത്തെ ഭരിക്കുക. ബംഗാളിൽ നിന്ന് വന്ന് കല്യാണമൊക്കെ കഴിച്ച് ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ ഇനി ബംഗാളി പഠിക്കണം, അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ബംഗാളി പഠിക്കേണ്ടി വരുമെന്ന് നമ്മൾ കളിയാക്കി പറയുമായിരുന്നു. ഇപ്പോഴിതാ കാര്യങ്ങൾ വശം കെട്ട് പോവുകയാണ്. അന്യ സംസ്ഥാന തൊഴിലാളികളായ ബംഗാളികളും ആസാമികളും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ബോർഡ് വച്ച് വലിയ വിലയ്ക്ക് വലിയ കൂലിക്ക് 1300 രൂപയും ഭക്ഷണവും എന്ന് പറഞ്ഞാൽ 3 നേരം ഭക്ഷണവും 1300 രൂപയുള്ള ഏകദേശം 1500 രൂപയായി, 45,000 രൂപയായി. സർക്കാർ ജോലിയേക്കാൾ വലിയ ശമ്പളം. ഹെൽപ്പർക്കും 1200 ശമ്പളവും ഭക്ഷണവും. മേസ്തിരി 1300 പ്ലസ് ഖാന, സഹായക 1200 പ്ലസ് ഖാന എന്ന് മഞ്ചേരിയിൽ ബോർഡ് വന്നിട്ടുണ്ട്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം വന്നിട്ടുണ്ട്. പക്ഷേ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി മലപ്പുറത്തു നിന്നൊക്കെ നാട്ടിൽ പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തി തുടങ്ങിയതോടെ നിർമ്മാണ മേഖല സജീവമായെങ്കിലും പുതിയ ഡിമാൻഡുകളാണ് ഭായിമാർ വയ്ക്കുന്നത്. വലിയ ഭായിമാരാണ്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ച് ബോർഡുകൾ വെച്ചാണ് ഭായിമാർ തൊഴിൽ നേടുന്നത്. അപ്പോൾ രാവിലെ ഈ ബസ് സ്റ്റോപ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ഇതുപോലത്തെ ബാനറും പിടിച്ച് ബോർഡും ഒക്കെ വെച്ച് ആ ബോർഡിൻ്റെ മൂട്ടിൽ വന്ന് നിൽക്കും. അപ്പോൾ ആവശ്യക്കാർക്ക് വരാം, പിക്ക് ആൻഡ് ചൂസ് പോലെ എടുത്തുകൊണ്ട്. ഞാനിതെല്ലാം ഒരുപാട് സ്റ്റേറ്റുകളിൽ കണ്ടിട്ടുണ്ട്, ആന്ധ്രയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരാണ്, യുവാക്കളാണ് രാവിലെ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുക. അപ്പോൾ ആരൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയും കൊണ്ട് പോവുക, അവരെ വിളിച്ചുകൊണ്ട് ആട്ടോ, ബസ്, ലോറി, എത്ര പേരെ തൊഴിലാളികൾ വേണോ കിട്ടും. അതാണ് എൻ്റെ കഥ. അപ്പോൾ മഞ്ചേരി, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ബോർഡാണെങ്കിൽ മഞ്ചേരിയിൽ വെച്ചിരിക്കുന്നതാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി, ചട്ടിപ്പറമ്പ്, പെരിന്തൽമണ്ണ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്. ഈ ഫ്ലെക്സുകൾ വെച്ച് ഇതര സംസ്ഥാനത്തുള്ള കൂട്ടമായി താമസിക്കുന്ന മേഖലകളിലും താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളിലുമായാണ് ഇത്തരം തൊഴിലാളികളുടെ വർദ്ധിപ്പിച്ച പ്രതിദിന കൂലി കാണിച്ച് ബോർഡുകൾ ഹിന്ദിയിലും ഈ മലയാളത്തിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ബോർഡുകൾ സ്ഥാപിച്ചതിനെ പലയിടത്തും നാട്ടുകാരും പ്രതിഷേധിച്ചിട്ടുണ്ട്. കാരണം 1500 രൂപ ഒരു ദിവസം ജോലി കൂലി എന്ന് പറഞ്ഞാൽ വളരെ വലിയ പൈസയാണ്. അതപ്പോൾ 1000 രൂപ തന്നെ വലിയ പൈസയാണ്. അപ്പോൾ ഇത്രയും 1500 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. കൂടാതെ പ്രതികരണ കൂട്ടായ്മ പൊതുജന ശ്രദ്ധയ്ക്ക് എന്ന രീതിയിലും നോട്ടീസ് ഇറക്കിയിരുന്നു. കൺസ്ട്രക്ഷൻ മേഖലയടക്കം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഭൂരിഭാഗവും കേരളത്തിൽ. ഇവർ തെരഞ്ഞെടുപ്പിനും നാട്ടിലേക്ക് മടങ്ങിയതോടെ പൊതുവെ പ്രതിസന്ധി ഉണ്ടായിരുന്നു കേരളത്തിൽ. അതേസമയം ആലോചിച്ച് നോക്കും, 35 ലക്ഷം പേർക്കാണ്, 35 മുതൽ 40 ലക്ഷം പേർ വരേക്കുള്ള യുവാക്കൾക്കും യുവതികൾക്കും കേരളത്തിൽ തൊഴിലുമില്ല. ആ സമയത്താണ് അന്യസംസ്ഥാനത്തിലെ തൊഴിലാളികൾ വന്ന് ഇങ്ങനെ കൃത്യമായി ഇത്രയും പണം കൊണ്ടുപോകുന്നത്. പ്രാദേശികമായ തൊഴിലാളികളുടെ കിട്ടാത്തതും കാരണമാണ്. എന്നാൽ ഇപ്പോൾ നാട്ടിൽ തൊഴിലാളികൾക്ക് സമാനമായ കൂലി തന്നെ ഡിമാൻഡ് ചെയ്ത് അതിനേക്കാൾ കൂലിയും നാട്ടിലുള്ളതിനേക്കാൾ കൂലി ഡിമാൻഡ് ചെയ്യുകയാണ് ഭായിമാർ. ഒരു കണക്ക് പറഞ്ഞാൽ ഇതിനിടയിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ പിടിക്കപ്പെടുന്ന ഓപ്പറേഷൻ തുഫാൻ്റെ ഭാഗമായി പിടിക്കപ്പെടുന്ന ലഹരി മരുന്നിൽ വലിയൊരു തോതും ആസാമിൽ നിന്നും ഒഡീഷയിൽ നിന്നും ബംഗാളിൽ നിന്നും വരുന്ന മറ്റു മലയാളികളിൽ നിന്നാണ്. പരദേശത്തു നിന്ന് വരുന്ന മലയാളിയല്ല, പരദേശത്തു നിന്ന് വരുന്ന അന്യഭാഷക്കാരുടേതാണ് എന്നുള്ളതും വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ തൊഴിലിനും കൂടുതൽ കൂലി ചോദിക്കുന്നു, കഞ്ചാവ് പോലുള്ള അല്ലെങ്കിൽ മയക്കുമരുന്നും ധാരാളം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊരു പ്രതിസന്ധിയാകും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. 35 ലക്ഷം ആളുകളെങ്കിലും കേരളത്തിൽ ഗൾഫ് പോലെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. നിർബന്ധമായും അവരെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യിക്കാൻ, ലോക്കൽ ബോഡിയിൽ അവരെ രജിസ്റ്റർ ചെയ്യിക്കാനും അവർക്ക് ID കാർഡ് കൊടുക്കാനും അവരുടെ യാത്ര നിരീക്ഷിക്കാനുമുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ കേരളം മറ്റൊരു തീവ്രവാദികളുടെയും മയക്കുമരുന്നിൻ്റെയും ഹബ്ബായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളുകളാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത്. അവർ അന്യദേശത്തു നിന്ന് വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത് വിൽക്കാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊന്നുമില്ല, വിൽക്കുക, കാശുണ്ടാക്കുക, അപ്പോഴേ വണ്ടിയിൽ കയറി പോവുക. നമ്മുടെ ഇവിടുത്തെ മക്കളുകളാണ്, നമ്മുടെ കുടുംബങ്ങളാണ് നല്ലതുപോലെ ഇതിലാകുന്നത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും നിരീക്ഷണ സംവിധാനത്തിലേക്ക് വരണം. നിങ്ങളെ കൂടി സഹായിച്ചുകൊണ്ട് പോലീസിനെയും ഈ സംവിധാനങ്ങളെയും സിസ്റ്റത്തെയൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ സംശയം തോന്നുന്ന ആരെയും പിടിച്ച് നമുക്ക് ചെക്ക് ചെയ്യിക്കണം. അങ്ങനെ കൃത്യമായി വലിയ ബാഗുകൾ, ഒരുപാട് ബാഗുകൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ബാഗെല്ലാം കൊണ്ടുവരികയാണെങ്കിൽ കൃത്യമായി അത് പരിശോധിക്കണം. അപ്പോൾ ആ നിലയിലുള്ള പരിശോധനകളും സംവിധാനങ്ങളും നടക്കണം. ഇപ്പോൾ ഭായിമാർ നമുക്കൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭായിമാർ എല്ലാവരും മതിയാക്കിയാൽ കേരളത്തിലെ നിർമ്മാണ മേഖലയും തൊഴിലാളി മേഖലയും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതും പ്രശ്നമാണ്. അപ്പോൾ ഭായിമാരെ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വിഷയം.
ചിലരാണെങ്കിൽ ഈ 1500 രൂപയ്ക്ക് 1300 ഭക്ഷണവും പിന്നെ കിടക്കാൻ സ്ഥലവും ചോദിക്കും. ചുരുക്കത്തിൽ ഒരു ദിവസം ജോലിക്ക് 12,000 രൂപ ചോദിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ മാസം എത്ര രൂപയായി? വലിയ സുഖമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണവും കിട്ടി കിടക്കാനും സ്ഥലം കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ പണം മുഴുവൻ അവർക്ക് ലാഭമാണ്. മൊബൈൽ റീചാർജ് പോലുള്ള കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുന്നവരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ഒരു ലാഭത്തിൽ വരുത്തിയിട്ടുള്ള ഒരു ലാഭക്കൊയ്ത്തിൻ്റെ ഇടമായി കേരളം മാറുന്നു. അതിലല്ല നമുക്ക് സങ്കടം. ഇവർ ലഹരി പദാർത്ഥത്തിൻ്റെ ഹബ്ബ് കൂടിയാക്കി കേരളത്തിൻ്റെ മാറ്റുന്നു എന്നുള്ളത് ഗൗരവതരമായ ഒരു വിഷയമാണ്. പെരുമ്പാവൂരിൽ ജൂൺ 15-ന് പിന്നെ രമേശ് ചെന്നിത്തല പോകുന്നുമുണ്ട്. ആഭ്യന്തരമന്ത്രി ജൂൺ 15-ന് പെരുമ്പാവൂർ സന്ദർശിക്കുന്നുമുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗൗരവതരമായ ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രതിസന്ധിയിൽ കൂടെയാണ് കേരളം ഈ കാര്യത്തിൽ നേരിടുന്നത്. തൊഴിലാളികളുടെ ക്ഷാമം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനിടയിലാണ് ഭായിമാരുടെ പുതിയ ബാർഗൈനിങ്.